നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തറവാടാണ്. നമുക്കങ്ങോട്ട് പോകാം. വേലായുധപ്പണിക്കർ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഒരാരോ മത്സ്യവരുടെ കൂട്ട് ഇങ്ങനെ വന്ന് വാളും പറ്റി ആരാന്ന് ചോദിച്ചു വരാൻ പറഞ്ഞു. ഉദയസൂര്യനെ വെല്ലുന്നൊരു മുഖകാന്തിയോടും തനിത്തങ്കത്തെ പിന്നിലാക്കും ഒരു ദേഹകാന്തിയോടും കത്തിജ്വലിച്ചു നിന്ന കാലത്തിൽ പിരിഞ്ഞുപോയ നവോത്ഥാന നായകൻ ധീരദേശാഭിമാനിയാം ശ്രീ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. സവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്ന കാലഘട്ടം, ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന ഒരു കാലഘട്ടം, കൃഷി മേലാളന്മാരുടെ കൃഷിസ്ഥലങ്ങളിലും പുരയിടങ്ങളിലും പണിയെടുത്താൽ കൂലി കൊടുക്കാത്ത ഒരു കാലഘട്ടം, അഥവാ കൂലി ചോദിച്ചു പോയെങ്കിൽ മേലാളന്മാരുടെ കിങ്കരന്മാരെ കൊണ്ട് മർദ്ദിച്ചൊതുക്കുന്ന ഒരു കാലഘട്ടം, കീഴാളന്മാരുടെ വീട്ടിലെ സ്ത്രീജനങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടം, അവരുടെ നഗ്നമേനി കണ്ട് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന ഒരു വെള്ളി നക്ഷത്രം, ഒരു സ്വർണ്ണ തേജസ് ഉദിച്ചുയരുന്നത്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തറവാടാണ്. നമുക്കങ്ങോട്ട് പോകാം. പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഒരു രജതരേഖ, ഒരു വെള്ളി നക്ഷത്രം പോലെ ആറാട്ടുപുഴ കല്ലശ്ശേരിൽ തറവാട്ടിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന ശിശു പൂജാതനാകുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 1825 പത്തിയൂർ, കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ പഞ്ചായത്തിൽപ്പെട്ട കുറ്റിച്ചിറ ഭവനത്തിൽ പൂജാതനായെന്നാണ് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ഏതായാലും ശരി, ഒരു 13 ദിവസത്തിന് ശേഷം മാതാവ് മരിക്കുകയും അദ്ദേഹത്തെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ആറാട്ടുപുഴ കല്ലശ്ശേരിൽ തറവാട്ടിൽ കൊണ്ടുവന്ന് വളർത്തുകയാണ് ചെയ്തത്. മുത്തച്ഛൻ പെരുമാൾ ചേവകർ വളരെ വലിയൊരു ധനാഢ്യനായിരുന്നു. ധാരാളം വസ്തുവകകളും സ്വന്തമായിട്ട് ഈ വിദേശ രാഷ്ട്രങ്ങളുമായിട്ട് പായ്ക്കപ്പലിൽ കച്ചവടം നടത്തുകയും ആ വിധത്തിലുള്ള ലാഭവിഹിതങ്ങളൊക്കെ കിട്ടി ധാരാളം സമ്പത്തുണ്ടായിരുന്ന ഒരു കുടുംബമാണ് കല്ലശ്ശേരി തറവാട്. അമ്മാവൻ്റെ മരണശേഷം 16-ാമത്തെ വയസ്സിൽ ശ്രീ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കല്ലശ്ശേരി തറവാടിൻ്റെ ഭരണഭാരം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി സംജാതമായി. അങ്ങനെ അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ഭരണം നല്ല വിധത്തിൽ നടത്തിക്കൊണ്ടുപോവുകയും ഈ ധാരാളം ഭൂസ്വത്തുക്കളിൽ നിന്നും കിട്ടിയിട്ടുള്ള ധനങ്ങളെല്ലാം അദ്ദേഹം സംഭരിച്ചിട്ട് കീഴാളന്മാരുടെ, അതായത് അവശത അനുഭവിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെലവഴിച്ചത്. തൻ്റെ 20-ാമത്തെ വയസ്സിൽ വാരണപ്പള്ളിയിൽ ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസം നടത്താൻ വന്ന് താമസിച്ച വാരണപ്പള്ളി തറവാട്ടിലെ മണ്ണൂർപ്പടിയിറ്റയിൽ വീട്ടിലെ വെളുമ്പി പണിക്കെത്തി വിവാഹം കഴിച്ചു. ആ വൈവാഹിക ബന്ധത്തിൽ അദ്ദേഹത്തിന് 7 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 7 ആൺമക്കളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ 7 ഈ നമ്മുടെ ഈ കീഴ്ജാതിക്കാർക്ക് സാധാരണയുള്ള പേരൊന്നും ഇടാനുള്ള അവകാശമില്ല. പിന്നെ ചാത്തനെന്നോ ശങ്കരനെന്നോ കോന്നനെന്നോ പിന്നെ ചക്കി എന്നൊക്കെ പേരിടാൻ അവകാശമുള്ളൂ. അഥവാ അതിന് മേൽ സവർണറുടെ പിന്നെ ഇത് വരുന്ന പേരിട്ട് കഴിഞ്ഞാൽ അന്ന് രാജ്യദ്രോഹ കുറ്റമാണ്. ഏതായാലും ശരി, ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ തൻ്റെ 7 മക്കൾക്കും കുഞ്ഞ് ചേർത്തുള്ള പേരുകൾ, അതായത് കുഞ്ഞ്, വെളുത്ത കുഞ്ഞ്, കുഞ്ഞു പണിക്കർ, ഈ തരത്തിലുള്ള പേരുകളിട്ട് അദ്ദേഹം ഈ സവർണ മേധാവികളെ വെല്ലുവിളിച്ച് ഒരു 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 വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ജനിച്ചാണ്ട് 20 വർഷമൊക്കെ വിവാഹിതനായി കഴിഞ്ഞ ആ 19-ാം നൂറ്റാണ്ടിൽ അവർണർക്ക് ക്ഷേത്രം നിർമ്മിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ ഉള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ അവർണർക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് വേലായുധപ്പണിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഈ വേഷം മാറി വൈക്കത്തിൽ ചെന്ന്, ബ്രാഹ്മണ വേഷത്തിൽ വൈക്കത്തിൽ ചെന്ന് അവിടെ ഈ പിന്നെ വൈക്കത്തപ്പൻ്റെ സന്നിധാനത്തിൽ താമസിച്ച് ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കണക്കുകളും പിന്നെ അതിൻ്റെ അവിടുത്തെ ആചാരക്രമങ്ങളും ഇതെല്ലാം അദ്ദേഹം അഭ്യസിച്ച് ഒരു 3-4 വർഷം കൊണ്ട് അഭ്യസിച്ച് പോരാൻ നേരത്ത് അവിടുത്തെ പിന്നെ തന്ത്രിയോട് ചോദിച്ചു, ഒരു അവർണൻ ക്ഷേത്രം അശുദ്ധിയാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു സ്വർണ്ണക്കിഴിയാണ്, ഇതിനകത്ത് സ്വർണ്ണ നാണയങ്ങളുണ്ട്, അത് പിന്നെ ഇതുകൊണ്ട് പിന്നെ ഒരു അവർണൻ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഉണ്ടായിട്ടുള്ള പരിഹാരക്രിയകൾ നടത്തിക്കൂ, ഞാനൊരു അവർണനാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോരുകയാണ്. നേരെ ഇവിടെ വന്ന് ഇടയ്ക്കാട്ട് മംഗലത്ത് കരയിൽ ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ തറവാടായ കല്ലശ്ശേരി തറവാടിനടുത്ത്
അവർണവർക്ക് വേണ്ടി ഒരു ശിവക്ഷേത്രം, അതാണ് ഇടയ്ക്കാട്ട് ജ്ഞാനേശ്വരി ക്ഷേത്രം. ഒരു ശിവരാത്രി നാളിലാണ് അതിന് ശിലയിട്ടത്. അതുകൊണ്ട് അതിൻ്റെ അവിടുത്തെ ഉത്സവം ഇന്നും ആഘോഷിക്കുന്നത് ശിവരാത്രി നാളിലാണ്. അങ്ങനെ ആദ്യ ഈഴവരുടെ പിന്നെ കീഴ്ജാതിക്കാരുടെ ഈഴവ സമുദായം തുടങ്ങിയ കീഴ്ജാതിക്കാരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇടയ്ക്കാട്ട് ജ്ഞാനേശ്വരി ക്ഷേത്രം, ആറാട്ടുപുഴ വേലായുധ പണിക്കരാൽ സ്ഥാപിതമായത്. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കര അനാചാരങ്ങൾക്കെതിരെ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മേൽമുണ്ട് മേലാപ്പ് സമരം. അതായത് കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകൾ മാറുമറയ്ക്കാൻ അന്ന് അവകാശമില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും മാറുമറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ച് പിന്നെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ വംശഹത്യ നടത്തി ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പന്തളത്ത് ഒരു സ്ത്രീ മേലാപ്പ് ഇട്ടുകൊണ്ട് പോയെന്നും പിന്നെ സവർണർ ആ സ്ത്രീയെ പിന്നെ പിടിച്ച് കെട്ടി ഇത് മേൽമുണ്ട് മറിച്ച് കളഞ്ഞിട്ട് അവരുടെ മാറിൽ മച്ചിങ്ങ തറച്ച് അവഹേളിച്ച് വിട്ടു എന്നാണ്. ഇതറിഞ്ഞ പണിക്കർ ഒരു 100 പിന്നെ പേർക്ക് ധരിക്കത്തക്ക വിധത്തിലുള്ള വസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് നേരെ കുതിരപ്പുറത്ത് അവിടെ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞ് ഈ സ്ത്രീകൾ അവർണരായിട്ടുള്ള സകല സ്ത്രീകളെയും വിളിച്ചു വരുത്തി മേൽമുണ്ടും ധരിപ്പിച്ച് മുട്ടിന് താഴെ പിന്നെ വസ്ത്രവും അണിയിച്ച് നടത്തിച്ച്. പക്ഷേ പണിക്കർ പോയി കഴിയുമ്പോൾ പിന്നെയും പ്രശ്നമുണ്ടാകുന്നുള്ള മനസ്സിലാക്കിയ പണിക്കർ 2 ആഴ്ചയോളം പന്തളത്ത് ക്യാമ്പ് ചെയ്ത് ഈ സ്ത്രീകളെ തെരുവിൽ കൂടെ നടത്തിച്ച് ആ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം നടത്തിയ ഒരു ധീര സേനാനിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലെ 2ാമത്തെ സമരമാണ് 1860 നടന്ന മൂക്കുത്തി സമരം. അന്ന് മൂക്കുത്തി കീഴ്ജാതിക്കാർക്കൊന്നും മൂക്കുത്തി ഇടാനോ മറ്റു കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഏതോ ഒരു സ്ത്രീ, ഒരു ഈഴവ സ്ത്രീ കാർത്തിപ്പള്ളി തെരുവിൽ മൂക്കുത്തി ഇട്ടുകൊണ്ട് നടന്നതായിട്ട് ഇത് സവർണ ജാതിയിൽപ്പെട്ട ആളുകൾ കണ്ട ആ സ്ത്രീയെ ഈ മൂക്കോടുകൂടി പറിച്ച് പിന്നെ ദൂരെ എറിഞ്ഞ് ആ മാംസപിണ്ഡത്തിൽ അവർ ചവിട്ടിയ കഥ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അറിഞ്ഞു. പിന്നെ ഒരു വട്ടി നിറയെ, അന്ന് വട്ടിയാണ്, അതായത് ഈ തഴ കൊണ്ട് നെയ്യുന്ന ഒരു പാത്രമാണ്. അത് നിറയെ സ്വർണ്ണ മൂക്കുത്തി ഒരു തട്ടാനുമായിട്ട് നേരെ കുതിരപ്പുറത്ത് കാർത്തിപ്പള്ളിയിൽ പിന്നെ തെരുവിൽ ചെന്നിട്ട് കണ്ട അവർണരായിട്ടുള്ള സകല സ്ത്രീകളെയും പിടിച്ച് തട്ടാനെ കൊണ്ട് മൂക്കുത്തി ഇട്ടിട്ട് തെരുവിൽ കൂടെ നടത്തി. അപ്പോൾ പണിക്കർക്ക് പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, താൻ പോയി കഴിഞ്ഞാൽ പിന്നെയും, അതായത് ചില സ്ത്രീകൾ പിന്നെ ഈ അവർണര ഭയന്ന് കുറേ കഴിഞ്ഞപ്പോൾ മൂക്കുത്തി അങ്ങ് ഊരിയെന്നാണ് പറയുന്നത്. അത് പണിക്കർ മനസ്സിലായിക്കൊണ്ട് ചെന്നിട്ട് പണിക്കർ ഈ സ്ത്രീകളെ നടത്തിച്ചിട്ട് ആ പ്രദേശം മുഴുവൻ കുതിരപ്പുറത്ത് തൻ്റെ പിന്നെ വാളുമായിട്ട് നടന്ന് ഒരെണ്ണം ഈ സ്ത്രീകളെ തൊട്ട് പോയെങ്കിൽ അവരുടെ കഥ കഴിക്കുന്നുള്ള ഒരു ഭീഷണി മുഴക്കി കുറേ നാളവിടെ തമ്പടിച്ചതിന് ശേഷമാണ് തിരിച്ച് തറവാട്ടിൽ വന്ന് 1866 ആദ്യത്തെ കർഷക തൊഴിലാളി സമരമാണ് അദ്ദേഹം നയിച്ച ഒരു വീര ഇതിഹാസം കുറിച്ചിട്ടുള്ള ഒരു സമരം. അതായത് അത് ഈ ഒരു ഈഴവ സ്ത്രീ മുട്ടിന് താഴെ മറയത്തക്ക വിധത്തിൽ മുണ്ടെടുത്തുകൊണ്ട് നടന്നു. അന്നത്തെ കീഴ്വഴക്കം അനുസരിച്ച് മുട്ടിന് താഴോട്ട് മുണ്ട് മറയാൻ പാടില്ല, മുട്ടിന് മുകളിലേ നിൽക്കാവുള്ളൂ. ഈ സ്ത്രീ അതിനെ ഒരു ധിക്കാര രൂപത്തിൽ ഈ മുണ്ട് കൊടുത്തുകൊണ്ട് നടന്ന് മേലാളന്മാരെ കണ്ട് അവരുടനെ അത് ചെന്ന് വലിച്ച് ഉരിഞ്ഞ് താഴെയിട്ട് അവരുടെ ആ വസ്ത്രത്തെ ബാക്കിയുള്ള മുറുക്കി തുപ്പി അശുദ്ധിയാക്കി അവഹേളിച്ച് വിട്ട്. ഇത് പണിക്കരറിഞ്ഞിട്ട് പിന്നെ ഇത് കായംകുളത്തായിരുന്നു. ഇവിടുന്ന് വള്ളത്തേൽ അക്കരെ കടന്ന് കായംകുളത്ത് ചെന്ന് ഇപ്പോഴാണ് സംഭവങ്ങൾ. ഉടനെ ഇതൊരു കർഷക തൊഴിലാളിയാണ്. അപ്പോൾ പണിക്കർ പറഞ്ഞ് ഇതിനെ അമർച്ച ചെയ്യുക എന്നുള്ളതൊരു സായുധ വിപ്ലവത്തിൽ കൂടല്ല, അല്ലാതെ നമുക്കൊരു നിസ്സഹകരണ പ്രസ്ഥാനത്തോടുകൂടി ഈ സമരത്തെ നമ്മൾ നേരിടണമെന്ന് പറഞ്ഞിട്ട് കർഷക തൊഴിലാളികളെല്ലാം പിന്നെ പിടിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ്, ഇനി നിങ്ങൾ ഈ മേലാളന്മാരുടെ വീട്ടിൽ പിന്നെ ഈ കൃഷിപ്പണിക്കും തേങ്ങാപ്പണിക്കൊന്നും പോകണ്ട, ഇന്നു മുതൽ നിങ്ങൾ സമരത്തിലാണ്. അയ്യോ, അപ്പോൾ അടിയങ്ങളുടെ ഈ ഭക്ഷണത്തിനുള്ള അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഇതെല്ലാം കൃത്യസമയത്ത് നിങ്ങളുടെ വീട്ടിലെത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ശരി, ഒരു സമരം കുറേ നാൾ നീണ്ടു നിന്നപ്പോഴത്തേക്ക് ഈ മേലാളന്മാരുടെ അറകളിലെ നെല്ലും തേങ്ങായും ഒക്കെ തീർന്നു. അപ്പോഴേ അഭിനന്ദി ചെയ്യാൻ നോക്കി ദൂരസ്ഥലത്ത് നിന്ന് തൊഴിലാളികളെ ഇറക്കി കൃഷി ചെയ്യിക്കാനും തേങ്ങ ഇടിക്കാനും നടന്നപ്പോൾ പണിക്കർ പറഞ്ഞ് ആര് വന്നാലും ശരി അവരുടെ തല കാണത്തില്ല,
എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വന്നവരെ ഓടിച്ച് അവസാനം ഇവരുടെ അറകളിലെ ശേഖര ഭക്ഷണം നെല്ലും തേങ്ങായും എല്ലാം തീർത്തപ്പോഴത്തേക്ക് അവർക്ക് പട്ടിണിയുടെ ഒരു സമയം വന്നപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ സമീപിച്ചിട്ട് പറഞ്ഞ് ഇതൊരു ഒത്തുതീർപ്പിലാക്കണമെന്ന് പറഞ്ഞു. ഒത്തുതീർപ്പിലാക്കാം, നിങ്ങൾ ഇത്രയും ഒരു 10-100 സ്ത്രീകൾ താഴെ മുട്ടിന് താഴെ മറയത്തക്ക വിധത്തിലുള്ള ഉടുക്കാനുള്ള പുടവയായിട്ട് വരാൻ പറഞ്ഞു. പുടവയായിട്ട് വന്നിട്ട് അവരെ നേരെ നിരത്തി നിർത്തിയിട്ട് ഈ മേലാളന്മാരെ കൊണ്ട് അവർക്ക് ഇത് കൊടുത്തിട്ട് പണിക്കർ പറഞ്ഞ് ഉടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടുത്ത് ഇവരുടെ മുന്നിൽ കൂടെ നടത്തിച്ച ഒരു സമരമാണ്. അതായത് ആദ്യത്തെ തിരുവിതാംകൂറിലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തി വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പിച്ചത്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരം. അതായത് ഈ തൃക്കുന്നപ്പുഴ വരെയുള്ള സ്ഥലം ഈ എടപ്പള്ളി തമ്പുരാൻ്റെ അധീനതയിലും അതിന് ഇങ്ങോട്ടുള്ള മംഗലം ആറാട്ടുപുഴ പ്രദേശങ്ങളൊക്കെ തിരുവിതാംകൂർ രാജാവിൻ്റെ അധീനതയിലുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം എടപ്പള്ളി തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് തൃക്കുന്നപ്പുഴ കൊട്ടാരത്തിലേക്ക് വരുന്ന അവസരത്തിൽ 2 വശത്തു നിന്ന് ഹോയ് ഹോയ് വിളിച്ച് ഈ കീഴ്ജാതിക്കാരെ എല്ലാം മാറ്റി നിർത്തി ഇങ്ങനെ വരുന്ന ഒരു ഇതാണ്. ഇതൊരു ദിവസം പണിക്കരറിഞ്ഞു. അപ്പോൾ ആളുകളുടെ ചട്ടം കെട്ടി ഇദ്ദേഹം വരുന്ന അവസരത്തിൽ വിവരം എന്നെ അറിയിക്കണം. ഹോയ് വിളികളുമൊക്കെ ശരി. ഇങ്ങനെ ഈ തോട്ടപ്പള്ളി കഴിഞ്ഞ് ഇങ്ങനെ ഹോയ് വിളി വന്നപ്പോൾ ഇവിടുന്ന് പണിക്കരെ നേരെ അങ്ങോട്ട് കുതിരപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരുമായിട്ട് അവരെ കൊണ്ട് ഹോയ് വിളിപ്പിച്ച്. അപ്പം രാജാവും എടപ്പള്ളി തമ്പുരാനും അനുചാരികളും ഇങ്ങോട്ട് തെക്കോട്ട് തൃക്കുന്നപ്പുഴ കൊട്ടാരത്തിലേക്ക് ഹോയ് വിളിച്ച് ഇവരെ ഈ ആവർണരെയെല്ലാം ഒഴിപ്പിക്കുമ്പോഴുണ്ട് ഇവിടുന്ന് വേലായുധ പണിക്കർ ഹോയ് വിളിച്ച് അങ്ങോട്ട് രാജാവിനെതിരെ ചെല്ലുകയായിരുന്നു. എടപ്പള്ളി രാജാവിന് എതിരെ ചെല്ലുകയാണ്. ഇത് കണ്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞ് രാജാവ് പറഞ്ഞു ഇവരുടെ എല്ലാം വേലായുധ പണിക്കരുടെയും കൂടെ വന്നവരുടെയൊക്കെ മുട്ട തല്ലി പിടിക്കാം. അപ്പോഴത്തേക്കും വേലായുധ പണിക്കർ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഒരാരോ മത്സ്യവരുടെ കൂട്ട് ഇങ്ങനെ വന്ന് വാളും പറ്റി ആരാന്ന് ചോദിച്ച് വരാൻ പറഞ്ഞു. ഏതായാലും ശരി, അവസാനം അവർ ജീവനും കൊണ്ട് ഓടുകയും ചെയ്ത്. ഇത് അവർ ദിവാൻ്റെ അടുക്ക പെറ്റീഷനായിട്ട് ഈ എടപ്പള്ളി തമ്പുരാൻ ഇത് കൊടുത്ത് ദിവാൻ വിളിച്ചു വരുത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കരെ വിളിച്ചു വരുത്തി അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ശരിയായിട്ടുള്ള മൊഴി കൊടുത്തു. ഞങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത് വരുന്ന അവസരത്തിൽ അവിടെ ആണെങ്കിൽ തോടും പുഴകളും ഒക്കെയാണ്. ഞങ്ങളുടെ ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് പുഴയിൽ ചാടേണ്ട ഒരു അവസരം വന്ന് അതിനെതിരെ ഞാൻ പൊരുതിയതാണെന്ന് പറഞ്ഞു. എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇനിയും ഇങ്ങനെ ഉണ്ടായാലും ഇനിയും പൊരുതും എന്ന് പറഞ്ഞു. അവസാനം മഹാരാജാവ് റാവു ദിവാൻ ഇത് കണ്ടിട്ട് ശരി, വഴി നടക്കുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് ആക്രമമാർഗം ഉപേക്ഷിച്ചിട്ട് അല്ലാത്ത വിധത്തിലായിക്കൊള്ളുമെന്ന് പറഞ്ഞ് ദിവാൻ മടക്കി അയക്കുകയാണ് ചെയ്തത്. അതാണ് വഴി നടപ്പൽ സമരം. ഈ അടുത്ത ഒരു സമരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ കഥകളി, നൃത്തം, ഓട്ടംതുള്ളൽ ഇങ്ങനെയൊക്കെയുള്ള രാജകലകൾ ഈ കീഴാളന്മാർക്ക് അവതരിപ്പിക്കുന്നതിനോ കാണുന്നതിനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. അത് അവരുടെ അന്തഃപുരങ്ങളിൽ അവരുടെ ആളുകൾക്ക് ഈ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെതും ദുര്യോധനൻ്റെയും ഭീമൻ്റെയൊക്കെ വേഷം കെട്ടി കിരീടമൊക്കെ വെച്ച് ആടി ആർത്തുല്ലസിക്കുന്നതിനും അവരുടെ അകത്തളങ്ങളിലുള്ള അമ്മമാർക്ക് രസിക്കുന്നതിനും വേണ്ടി മാത്രമുള്ള ഒരു കലാരൂപമായിരുന്നു. പക്ഷേ എന്നാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ തുറയൽ പത്മനാഭ പണിക്കരും കൂടെ ചേർന്ന് ഒരു കഥകളി യോഗം ഉണ്ടാക്കി കഥകളി അവതരിപ്പിച്ചു. അപ്പോഴത്തേക്ക് ദിവാന് പരാതി വന്നു. അതായത് ഞങ്ങളുടെ ഈ ദൈവങ്ങളുടെ രൂപങ്ങളും ദൈവങ്ങളുടെ കിരീടവും എല്ലാം വെച്ച് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആടി അതെല്ലാം അശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തൊപ്പിപ്പാള വെച്ച് അടിക്കുക പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദിവാൻ്റെ അടുക്ക കേസ് ചെന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ വിളിച്ച് വിവരം അന്വേഷിച്ചാൽ പറഞ്ഞ് ഞങ്ങൾ മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത വിധത്തിൽ ഈ പുരാണ കഥാപാത്രങ്ങളെ വളരെ അതിൻ്റെ അന്തസ്സായ രീതിയിൽ അവതരിപ്പിക്കുക ചെയ്തത് അല്ല ആരും അവസാനം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇതും തീർപ്പാക്കി
നിങ്ങൾക്കും ഇത് വെച്ച് ആടാമെന്ന് പറഞ്ഞ്. അതുമാത്രമല്ല, അതിനുശേഷം പണിക്കർ എന്ത് ചെയ്ത് ഈ കലാരൂപങ്ങളെ ഈ സവർണരുടെ ഏറ്റവും കൂടുതൽ സവർണർ താമസിക്കുന്നതും അവർ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പോരിന് വരികയാണെങ്കിൽ അടിച്ചമർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ താമസിക്കുന്ന പ്രദേശത്തിന് ചുറ്റുമാണ് കൂടുതൽ ഇതെല്ലാം അവതരിപ്പിച്ചത്. പക്ഷേ ആർക്കും പണിക്കർ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു എതിർപ്പ് ഉണ്ടായില്ല. അങ്ങനെ കഥകളിയെ സാധാരണക്കാരൻ്റെ ഒരു കലയാക്കി പറിച്ചു നട്ട് അവർണർക്ക് അതിൻ്റെ ഒരു അവസരം കൊടുത്ത ഒരു തീയ വിപ്ലവകാരിയാണ്. മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നും തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തരണനെല്ലൂർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയ സാളഗ്രാം സ്വർണ്ണക്കട്ടിയാണ്. സ്വർണം കൊണ്ട് നിർമ്മിച്ച ആ സാളഗ്രാം കായംകുളം കായലിൽ വെച്ച് മോഷ്ടാക്കൾ കവർന്നു കൊണ്ടുപോയി. ഈ കൊട്ടാരത്തിൽ മഹാരാജാവ് വിവരം അറിയുന്നുണ്ട്. ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചാരന്മാരും പട്ടാളക്കാരും പോലീസും അവരെല്ലാം കൂടെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഏകദേശം ഒരു 10 ദിവസം അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. അപ്പോൾ മഹാരാജാവിന് വിവരം കിട്ടി. കാർത്തികപ്പള്ളി താലൂക്കിൽ മംഗലംകരയിൽ കല്ലശ്ശേരിയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കൻ എന്ന് പറഞ്ഞ ഒരു സാഹസികനുണ്ട്. ആരെയും അടിപ്പെടുത്തുന്ന തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിച്ച് ഒരു സാഹസികനായ ഒരു യോദ്ധാവുണ്ടെന്ന് പറഞ്ഞു. ശരി, കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് വരുത്തി കാര്യം തിരക്കി വിവരങ്ങൾ. അടുത്തത് 24 മണിക്കൂറിനുള്ളിൽ ഈ സാളഗ്രാം മോഷ്ടിച്ച മോഷ്ടാക്കളെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിലെത്തിച്ച് സാളഗ്രാമം അതിൻ്റെ പ്രതിഫലമായിട്ട് വളരെ സന്തുഷ്ടനായ മഹാരാജാവ് വീരശൃംഖലയും പട്ടും വളയെല്ലാം നൽകിയിട്ട് ആറാട്ടുപുഴ വേലായുധ ചേകവർ എന്നായിരുന്നു അദ്ദേഹം. ആറാട്ടുപുഴ വേലായുധ ചേവകർ എന്ന് മാറ്റിയിട്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നുള്ള പണിക്കർ സ്ഥാനം നൽകി അദ്ദേഹത്തെ ആദരിച്ച ഒരു സംഭവമുണ്ട്. 1874 ജനുവരി മാസം 3-ാം തീയതി ഒരു കേസ് സംബന്ധമായിട്ട് ഇദ്ദേഹം കൊല്ലത്തോട്ട് പോയ അവസരത്തിൽ രാത്രിയിലായിരുന്നു. തണ്ടുവെച്ച ബോട്ട് ആണ്. അതിൽ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കട്ടിലിൽ ഇങ്ങനെ ഉറങ്ങുന്ന അവസരത്തിൽ ഒരു കേവെള്ളത്തിൽ 3-4 പേര് വന്ന് അദ്ദേഹത്തിൻ്റെ ബോട്ടിനോടുള്ള ഇത് അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് പണിക്കർക്ക് അവരോട് കേസിൻ്റെ പോവുകയാണ്, അത് സംബന്ധിച്ച് ചില തെളിവുകളും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞു. മറ്റേ ആ ബോട്ട് തുഴഞ്ഞു വരെ അതിൻ്റെ നിയന്ത്രണം പതുക്കെ ആക്കിയിട്ട് ഈ സമയത്ത് ഈ കൊലയാളി വള്ളത്തെ വന്നവർ ചാടിക്കയറി അദ്ദേഹത്തെ കഠാര കൊണ്ട് കുത്തിമലർത്തുകയാണ് ചെയ്തത്. അങ്ങനെ 1874 ജനുവരി 7-ാം തീയതി രാത്രിയിൽ അദ്ദേഹം ധീരനായ പോരാളി, ആ പടയാളി രക്തസാക്ഷിത്വം വരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും തേജസ്സും ഒക്കെ ഞാൻ വായിച്ച് അറിഞ്ഞ ആ ഒരു ഇത് വെച്ച് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഉദയസൂര്യനെ വെല്ലുന്നൊരു മുഖകാന്തിയോടും തനിത്തങ്കത്തെ പിന്നിലാക്കും ഒരു ദേഹകാന്തിയോടും കത്തിജ്വലിച്ച് നിന്ന കാലത്തിൽ പിരിഞ്ഞുപോയ നവോത്ഥാന നായകൻ ധീരദേശാഭിമാനിയാം ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കർ.